ഹായ് ഫ്രണ്ട്സ്, വിപഞ്ചികാസ് ക്രാഫ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഒരു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനും കാണണേ എല്ലാവരും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് സോക്സ് വെച്ച് കുറച്ച് ഫ്ലവേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. ഇതേ ടൈപ്പ് സോക്സ് ഫ്ലവർ മേക്കിംഗ് ഷോപ്പിൽ കിട്ടുന്ന ടൈപ്പ് ഒരു സോക്സാണിത്. ഇതേ കണക്ക് കിട്ടും. ഇത് നമ്മൾ ഒരു പീസ് എടുത്ത ശേഷം ഇതേ കണക്ക് നല്ല ഫ്ലെക്സിബിൾ ആവുന്ന ടൈപ്പാണ്. നമ്മളെ സോക്സിൻ്റെ കണക്കൊക്കെ തന്നെ. ഇനി അതിൻ്റെ ആവശ്യത്തിന് വേണ്ടത് ഈ ഗോൾഡ് ടൈപ്പ് വയറാണ്. ഇത് ഈ സോക്സ് ഫ്ലവർ ഉണ്ടാക്കുന്ന ടൈപ്പ് കമ്പിയാണിത്. ഇത് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഏതെങ്കിലും ഒരു റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും എടുക്കണം. ഇതിപ്പോൾ പെയിൻറ്റിൻ്റെ ക്യാപ്പായാലും മതി. ഇപ്പം ഞാൻ പഴയൊരു ടേപ്പിൻ്റെ ഒരു റോളാണ് ഇതാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ വെച്ച ശേഷം ഇതേ കണക്കൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതേ കണക്ക് ഞാൻ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും, ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് ബാക്കി ആ വയറിന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റണം. ഇത് ആവശ്യത്തിന് നീളം മതി. അതേപോലെ ഇച്ചിരി കുറച്ച് ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ചധികം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സോക്സ് എടുത്ത ശേഷം ഇത് രണ്ട് സൈഡിലും ഈ സോക്സിന് രണ്ട് സൈഡിലും ഓപ്പൺ ആയിട്ടിരിക്കുന്ന ടൈപ്പാണ്. ഇതേ ടൈപ്പാണ്. ഇനി നമുക്ക് ആ സോക്സിൻ്റെ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഇതേ കണക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. ഒത്തിരി ഇങ്ങ് വലിച്ച് വയ്ക്കരുത്, ചെറിയൊരു സ്മൂത്തായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച ശേഷം സാധാ ത്രെഡ് എടുക്കണം. ഏത് ത്രെഡായാലും മതി, പക്ഷെ ഇതാ നല്ലത്. എടുത്ത് നല്ല രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കണം. ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലവറാണിത്. വലിയ പാടൊന്നുമില്ല. ഇനി ബാക്കി ആ ത്രെഡും ബാക്കി കിടക്കുന്ന സോക്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ബാക്കി എല്ലാം കിടക്കുന്ന എല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഈ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇവിടെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച ശേഷം ഇങ്ങനെ ഒന്ന് കൊടുക്കണം. അപ്പം കറക്റ്റ് ചെറുതായി ചരിഞ്ഞ് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും. ഇത് കണക്ക് നമുക്കിത് എത്ര ഒരു ഫ്ലവറിന് 3 പെറ്റലോ 5 പെറ്റലോ അതൊക്കെ അവരുടെ ഇഷ്ടം, 4 എത്ര വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ 4 പെറ്റൽസ് ഒരേ ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബീഡ് വേണം. ഇത് ഈ സോക്സിൻ്റെ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന ടൈപ്പ് ഒരു ബീഡാണിത്. ഇത് പല കളർ കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര കളറേ ഉള്ളൂ. നമുക്കതിന് ഏകദേശം ചേരുന്നത് ഇപ്പം ലൈറ്റ് കളർ സോക്സ് ആണെങ്കിൽ ഡാർക്ക് കളർ വയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഒരു വയലറ്റ് ബീഡാണ് എടുക്കുന്നത്. എത്ര വേണമെങ്കിലും നമുക്കതിന് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഇതേ കണക്കൊന്ന് മടക്കി കൊടുത്ത ശേഷം ഏതെങ്കിലും ഒരു പെറ്റൽ എടുക്കണം. എന്നിട്ടത് ഇവിടെ വെച്ച ശേഷം നമുക്ക് ത്രെഡ് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതേ കണക്ക് രണ്ട് കെട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഇതേ കണക്ക് ഇരിക്കും. ഇനി നമുക്ക് അടുത്ത പെറ്റലും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ പെറ്റൽ വയ്ക്കുമ്പോഴും നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. ഇപ്പം 4 പെറ്റൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അത് സിമ്പിളാണത്. കണ്ട ആദ്യമേ ഇച്ചിരി പാടായിട്ട് തോന്നുമെങ്കിലും ചെയ്ത് വരുമ്പോൾ എളുപ്പമാണ്. എന്നിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്ത ശേഷം ആ ലീഫൊക്കെ ഒന്ന് കറക്റ്റ് ഒരു ഷേപ്പ് ചെയ്തൊന്ന് വെച്ചാൽ മതി. നമ്മൾ ഏത് ഷേപ്പിൽ വെക്കുന്നു അതേ ഷേപ്പിലും ഇരുന്നോളൂ.
ഇഷ്ടമുള്ള വയറായതുകൊണ്ട് അതേ കണക്ക് ഇരുന്നോളും. ഇനി ബാക്കിയുള്ള ഈ വയറൊക്കെ ഒന്ന് ഒതുക്കി, പിന്നെ ഗ്രീൻ ടേപ്പ് വേണം. ഗ്രീൻ ടേപ്പ് വെച്ച് ഇതിൽ തന്നെ ഗ്ലൂ ഉണ്ട്, വേറെ സ്പെഷ്യലായിട്ട് ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്യണ്ട. ഒന്ന് ടൈറ്റായിട്ടൊന്ന് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫ്ലവർ മേക്കിംഗ്. എങ്ങനെയുണ്ട്? വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലവർ മേക്കിംഗ് അല്ലേ? അങ്ങനെ കുറച്ചധികം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് യെല്ലോവും ഗ്രീനായിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഇതൊരു വയലറ്റ്, ഓറഞ്ച്, അങ്ങനെ പല കളർ നമുക്ക് സോക്സ് കിട്ടും. ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ കിട്ടും. അവിടെ തന്നെ ഈ ബീഡും കിട്ടുന്നത്, ഗ്രീൻ ടേപ്പ് എല്ലാം അവിടെ തന്നെ കിട്ടും. എങ്ങനെയുണ്ട്? പല പല കളർ ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഷോക്കേസിൽ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ഇതൊരു പഴയ ഒരു ടിന്നായിരുന്നു. അതിൽ ഞാൻ ഗിഫ്റ്റ് പൊതിയുന്ന ടൈപ്പ് പേപ്പർ എൻ്റെ ഉണ്ടായിരുന്നു. അതൊന്ന് വെച്ചൊന്ന് ഒരു ചെറിയൊരു ഫ്ലവർ വേസ്റ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇതിൽ നമ്മളെ ഇഷ്ടമനുസരിച്ച്, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാ വെച്ചാൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് കാണിക്കാം. അപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം വേണ്ട ഫ്ലവർ വേസിലെല്ലാം ഏകദേശം അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് കുറച്ച് ഫ്ലവർ ഒരു ബഞ്ചായിട്ടും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതേ കണക്ക് ചെയ്യാം. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാണ്. എങ്ങനെയുണ്ട്? വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് ആ കമ്പിയൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ഇതൊരു 5 പെറ്റലാണ്. ഇത് 3, 4, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പെറ്റലിൻ്റെ അളവൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ ഫ്ലവർ മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ ക്രാഫ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു ക്രാഫ്റ്റുമായി കാണാം.